الحمد لله الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിൽ പല ആളുകളും മൊബൈൽ റീൽസുകൾ ധാരാളമായി കാണുന്ന ആളുകളാണ്. ഒരാളെപ്പോലും അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും പല സന്ദർഭങ്ങളിലും റീൽസുകൾ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ആ റീൽസിന് അഡിക്ഷനാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും. പലപ്പോഴും നമ്മളൊക്കെ മക്കളെ പറ്റി പരാതി പറയാറുണ്ട്. അവർക്ക് മൊബൈലിനോട് വല്ലാത്ത അഡിക്ഷനാണ്. മൊബൈൽ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അവരാകെ പ്രയാസത്തിലാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് വിലയിരുത്തേണ്ടത് റീൽസുകളിൽ എത്രത്തോളം നമ്മൾ അഡിക്ഷനായി പോയിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവാണ്. കുടുംബത്തെയും വ്യക്തിയെയും സമൂഹത്തെയും വളരെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഒന്നാണ് റീൽസുകൾ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും അതിനെ ന്യായീകരിക്കാറുണ്ട്. അതിനിടയിൽ ഖുർആൻ വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്, ശരിയാണ്, അത് കാണുമ്പോൾ നല്ലത് തന്നെയാണ്, അതിനും സംശയമില്ല. പക്ഷെ നമ്മൾ അത് മാത്രമായിട്ട് നമ്മൾ കാണലില്ല. ഒരുപാട് വിഷയങ്ങളെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മളുടെ മൈൻഡിലേക്ക് കയറ്റി കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് റീൽസുകൾ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അള്ളാന്റെ ഖുർആൻ വന്നാൽ സ്പോട്ടിൽ നമ്മൾ മാറ്റും. നല്ലൊരു പഠനത്തിൻ്റെ മേഖല നമ്മളിലേക്ക് വന്നാൽ വേഗം മാറ്റും. കാരണം നമുക്ക് ആവശ്യമുള്ളത് മറ്റു പലതുമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ഹൃദയമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഭയഭക്തികൾ, അള്ളാഹിനെ പറ്റിയുള്ള ഭയം, അതൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സ് എന്നുള്ളതാണ്. അവന്റെ സമയങ്ങളെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന് വേണ്ടി, ഇൽമിന് വേണ്ടി, അമലു സ്വാലിഹാത്തിന് വേണ്ടി, നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൻ്റെ അവന്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി, അവന്റെ ശാരീരിക മാനസിക ആരോഗ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് അവന്റെ സമയങ്ങൾ. പക്ഷെ ഈ സമയങ്ങൾ മുഴുവനും അവൻ പാഴാക്കിക്കൊണ്ടേയിരിക്കുകയാണ്.
നമ്മളുടെ മനസ്സിൽ അല്ലാഹ് എന്നുള്ള ഭയം ഇല്ലാതാക്കി കളയുന്നുണ്ട് എന്ന്. ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. നമ്മളിതിൻ്റെ അപകടങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിൽ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹ് എന്നുള്ള ഭയത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഇത്തരം റീൽസുകളെ കൊണ്ട് സാധ്യമാണ്. നമ്മൾ അറിയാതെ സമയം നമ്മളിൽ നിന്ന് പാഴാക്കി കളയുന്നുണ്ട്, ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ നമ്മളോട് ഒരു 5 മിനിറ്റ് ഒരാളെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കും, 5 മിനിറ്റൊക്കെ കാത്തിരിക്കണോ? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പോലും നമുക്ക് പ്രയാസമായിരുന്നു. ഇന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നമില്ല. കാരണം അപ്പം നമ്മൾ മൊബൈൽ എടുക്കും. അതിങ്ങനെ തോണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തഖ്വയും മതത്തിനോടുള്ള ഇഖ്ലാസും അതുപോലെ തന്നെ നമ്മളുടെ ഈമാനും ഇത്തരം റീൽസുകൾ കുറവ് വരുത്തുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ മുമ്പൊക്കെ പറയും, ഒരു ഹറാമിനെ കുറേ സമയം ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു പ്രവണത. ചില ആളുകൾക്ക് ഫിലിം കാണുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. നല്ലതല്ല, ശരിയല്ല. പക്ഷെ ഒരു 2 മണിക്കൂർ ഫിലിം കാണുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് 30 സെക്കൻഡും 50 സെക്കൻഡും 58 സെക്കൻഡും ഒക്കെ ഉള്ള റീലുകൾ. കൊന്നുകളയുന്നത് മണിക്കൂറുകളാണ് എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഹൃദയത്തെ മലീമസമാക്കി കളയാൻ സമയമെന്നുള്ളത് വളരെ അമൂല്യമാണ്. പ്രിയമുള്ളവരെ, വളരെ അമൂല്യമാണ്. മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിലെ വിലപിച്ചു പോകുന്നൊരു വാക്കുണ്ട്. ആ വാക്കെന്തെന്നറിയോ? യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഞാനൊന്നായിരുന്നെങ്കിൽ. ഒറ്റ വാക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്തുണ്ട്, നാം ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഒരു ഭാഗത്തുണ്ട്. ആര് നമുക്ക് അനുകൂലമായി സാക്ഷി പറയാനുണ്ട് അല്ലാഹുവിനോട്? ഖുർആൻ പറയോ, റബ്ബേ, അവൻ എന്നെ ഓരോ സമയവും എടുത്ത് പരിശോധിച്ചിരുന്നു. അവൻ ഓരോ സമയവും എന്നെ പാരായണം ചെയ്തിരുന്നു. ഓരോ സമയങ്ങളും അവൻ എന്നിൽ സമയം ചെലവഴിച്ചവനാണെന്ന് ഖുർആൻ സാക്ഷി പറയോ? അതല്ല അള്ളാന്റെ ഖുർആൻ മൊബൈൽ ഫോണുകളാണോ നമ്മൾ ഉപയോഗിച്ചു എന്ന് സമയം കൂടുതലായി പറയാനുണ്ടാവുക എന്ന് മറ്റുള്ളവരിലേക്ക് തിരിയണ്ട നമ്മളുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന ഹാദിഹിൽ ഖുലൂബ ഔഇയ. നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് അതൊരു പാത്രമാണ്, അതൊരു പാത്രമാണ്. ഫശ്അലൂഹാ ബിൽ ഖുർആൻ. അതിനെ നിങ്ങൾ ഖുർആൻ കൊണ്ട് നിറച്ചു വെക്കണേ. നിങ്ങളുടെ ഹൃദയമാകുന്ന പാത്രത്തിനെ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ നിറച്ചു വെക്കണം. വലാ തശ്അലൂഹാ ബിഗൈരി. അതല്ലാത്തത് കൊണ്ട്, ഖുർആൻ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിനെ നിങ്ങൾ നിറച്ചു വെക്കരുത് എന്നുള്ളതാണ്. നമ്മളുടെ സമയങ്ങളെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. അല്ലാഹു തന്ന അനുഗ്രഹമില്ലേ, ആ 2 അനുഗ്രഹത്തിലാണ് അധികം ആളുകളും വഞ്ചിതരായി കടന്നുപോയത്. അവരാ 2 വിഷയത്തിലും പരാജിതരാണ്. അതിൽ പറഞ്ഞത് അസ്സിഹ്ഹതു വൽ ഫറാഹ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഈ ഒഴിവ് സമയങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസത്തിലേക്കും പരാജയങ്ങളിലേക്കും നമ്മൾ നീക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, നമ്മളോട് മതം പഠിപ്പിക്കുന്ന എന്താണ്? നമ്മളുടെ ദീനിന്റെ വിഷയങ്ങൾ കഴിഞ്ഞ് ദുനിയാവിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങണം. ദുനിയാവിന്റെ വിഷയങ്ങൾ കഴിയുമ്പോൾ ദീനിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങണം. കാരണം ഇത് സമ്മിശ്രമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു തആല പറഞ്ഞത്, ഫഇദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫർഅബ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നീ വ്യാപൃതനാകണം. അള്ളാഹുവിലേക്ക് പ്രതീക്ഷയർപ്പിച്ച് നീ മുന്നോട്ട് പോകണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ. പ്രിയമുള്ളവരെ, ഒരു റീൽസുകൾ ഇങ്ങനെ മാറി മാറി കാണുന്നത് കൊണ്ട് എന്തൊക്കെ അപകടങ്ങളാണ് നമ്മളുടെ ജീവിതങ്ങളിലൂടെ കടന്നു വരാനുള്ളത്. ഒന്ന് നമ്മളൊക്കെ പറയും ടൈം പാസിനാണ്. അതിൽ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് ഒന്ന് ചിരിക്കാൻ, ഒന്ന് ആസ്വദിക്കാൻ, അതിൻ്റെ കോമഡികളോട് വല്ലാതെ കുറേ ചിരിച്ചാസ്വദിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അപകടം എന്തെന്നറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ കൊണ്ടുവരുന്ന ഹദീസിലേക്കാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ലാ തുക്സിറുൽ ലഹിക്. നിങ്ങൾ ചിരികളെ അധികരിപ്പിക്കരുത്, അമിതമായി ചിരിക്കരുത്. ഫഇന്ന കസറത്തുൽ ലഹിക്, അമിതമായ ചിരി എന്ന് പറയുന്നത് തുമീതുൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയത്തെ അത് മരിപ്പിച്ചു കളയുമെന്നാണ്. അമിതമായി ചിരിക്കുന്നത്
നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ മരിപ്പിച്ച് കളയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹദീസാണ്. ആ ഹദീസ് എന്താണ്? റസൂലുള്ള പറഞ്ഞത് വഹിയാണ്. ആ വഹിയെ അള്ളാഹുവിൽ നിന്നുള്ള മതമാണ്, അള്ളാന്റെ ഉത്ബോധനമാണ്. അതുകൊണ്ട് നമ്മളുടെ ആരുടെയും, നമ്മുടെ പല ആൾക്കാരും പറയും കുറെ ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കുമെന്നൊക്കെ പറഞ്ഞ്, പ്രിയമുള്ളവരെ, ചിരിക്കാൻ അനുവാദം തന്ന മതമാണ്. ഒരു ഖുത്ബയിൽ മാത്രം അള്ളാഹു അനുവാദം തന്നതിനെ അധികരിപ്പിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ നമ്മൾ പറഞ്ഞു ചിരിയുടെ വിഷയമാണ്. ചിരിക്കാനും സന്തോഷിക്കാനും കുടുംബത്തിന്റെ കൂടെ ആഹ്ലാദിക്കാനും ഒരാളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊണ്ട് നേരിടാനും എല്ലാം അള്ളാന്റെ ദീന് പറയുന്നുണ്ട്. പക്ഷേ തമാശ പറഞ്ഞ് അമിതമായി പൊട്ടിച്ചിരിക്കുന്ന പ്രവണത നിങ്ങളുടെ ഹൃദയത്തിനെ മരിപ്പിച്ചു കളയുമെന്നുള്ളതാണ്. കാരണം ഒരു തമാശയുടെ പേര് പറഞ്ഞ് എത്ര വൃത്തികേടുകളാണ് സമൂഹത്തിന്റെ മേലെ നടക്കുന്നത്. നമ്മൾ പറയില്ലേ, കോമഡിയാണ്, കോമഡി പ്രോഗ്രാംസ് ആണ്, കോമഡി സ്കിറ്റുകളാണ്, കോമഡി റീൽസുകളാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് മോശത്തരങ്ങളുടെ സമ്മേളനമാണ്, ഒരുപാട് മോശത്തരങ്ങളുടെ സമ്മേളനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലെ കോമഡി എന്ന് പറയുന്നത്. വെറുതെ പറയല്ലേ, ഒന്ന് കളവ് പറയലാണ്, കളവുകളെ പറയൽ അതിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റുള്ളവനെ പറ്റി പറയും, നമ്മൾ ചിരിക്കും. മറ്റുള്ളവരെ ചിരിക്കാൻ വേണ്ടി കളവ് പറയുന്നവനോട് വൈലുല്ല, വൈലു സുമ്മ വൈലുല്ല, സുമ്മ വൈലുല്ല, അവന് നാശമാണ്, അവന് നാശമാണ്, അവന് നാശമാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞത് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവന്റെ പേരിൽ കളവ് പറയുന്നവനെ സംബന്ധിച്ചിട്ടാണ്. എത്ര കളവുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തെറി പറയാ, അസഭ്യങ്ങളെ ഉപയോഗപ്പെടുത്തുക, ആ മോശത്തരങ്ങൾക്ക് വേണ്ടി ചിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദ്വിതീയ ദ്വയാർത്ഥങ്ങളെ പറഞ്ഞ് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലൂടെയുള്ള തമാശകൾ പറയും, ദ്വയാർത്ഥങ്ങൾ പറയും. എന്നിട്ട് നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ എന്ന് പറയുന്ന മഹനീയമായ പവിത്ര നൽകിയ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാനത്തെ പ്രഭാഷണത്തിലും ഖുതുബത്തുൽ വിദായിലും അങ്ങ് അറഫയുടെ മൈതാനിയിലും അള്ളാന്റെ പ്രവാചകൻ ആവർത്തിച്ചു മഹത്വം പറഞ്ഞ് സ്ത്രീ എന്ന് പറയുന്നത് പരസ്യപ്പലകയിലെ വർണ്ണങ്ങളല്ല മഹത്വവൽക്കരിക്കേണ്ടതാണെന്ന് പഠിപ്പിച്ച ആ സ്ത്രീകളെയാണ് ദ്വയാർത്ഥങ്ങളെ പറഞ്ഞ് അപമാനിക്കുന്ന രീതികളിൽ അത് കേൾക്കുമ്പോ ആ ദ്വയാർത്ഥങ്ങളെ കേട്ട് ആളുകൾ ചിരിക്കുന്ന അവസ്ഥകള്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മുതിർന്നവരെ അപമാനിക്കുന്ന രീതിയിലൂടെ സംസാരിക്കുന്ന പണ്ഡിതന്മാരെ, ഭരണാധികാരികളെ, സ്വന്തം കുടുംബത്തിന്റെ ആളുകളെ, സ്വന്തം മക്കളെ, മാതാപിതാക്കളെ വരെ കളിയാക്കി ചിരിക്കുന്ന പ്രവണതകൾ ഇത്തരം കോമഡികളിലൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ പരിഹാസങ്ങളെ അതിലൂടെ കാണാൻ സാധിക്കും. ഒരാളുടെ ശരീരത്തെ ഒരിക്കലും നിങ്ങൾ അപമാനിച്ച് സംസാരിക്കരുത്. അയാൾക്ക് വെറുപ്പുളവാക്കുന്ന വാക്ക് പോലും നിങ്ങൾ പരിഹസിച്ച് പറയല്ലേ. ലാ യസ്ഖർ ഖൗമുൻ എന്ന് ഒരു ജനതയും നിങ്ങൾ ഇരട്ടപ്പേര് പോലും വിളിച്ച് പരിഹസിക്ക എന്ന് പറയുന്ന ആളുകളാണ് ബോഡി ഷെയ്മിങ്ങളെ കൊണ്ട് ശരീരത്തിനെ പോലും അവഹേളിച്ച് സംസാരിക്കുന്ന തമാശകള്. അതുപോലെ തന്നെ തരം താഴ്ത്തി കാണിക്കുന്ന ആളുകളെ ഇകഴ്ത്തി കാണിക്കുന്ന സംസാരങ്ങള്. ഇത്തരം മോശത്തരങ്ങളുടെ ഒരു സമ്മേളനമാണ് കോമഡി എന്ന് പറയുന്നത്. നമ്മൾ പറയും ചിരിക്കാനാണ്. ആ ചിരിക്കാൻ വേണ്ടി നമ്മൾ കാണുന്ന റീൽസുകളുടെ അപകടങ്ങൾ ഒന്നും രണ്ടും തിന്മകളല്ല, വരുത്തി വെക്കുന്നതെന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ഇത് കുറെ കാണുമ്പോ ഈമാന് കുറഞ്ഞു കുറഞ്ഞു പോകും, ഈമാന് കുറയും. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാന്റെ പള്ളിയിൽ കുറച്ചു നേരം വിശുദ്ധ റമദാൻ ആണെങ്കിൽ പോലും അള്ളാന്റെ പള്ളിയിൽ കുറച്ചു നേരം ഖുർആൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത, ഒരു പ്രയാസമൊക്കെ. ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ആ മുറ്റത്തവിടെ ബെഞ്ചിലിരുന്ന് അല്ലെങ്കിൽ അതിന്റെ മുറ്റത്ത് പോയിരുന്ന് മൊബൈലെടുത്ത് തോണ്ടിയാൽ എത്ര സമയവും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഖുർആൻ എടുക്കുമ്പോൾ ക്ഷീണം വരും, ഉറക്കം വരും, പല ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരിക്കാൻ പോലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മളുടെ ഈമാനിനെ കുറക്കും, ഹൃദയം വല്ലാതെ കടിപ്പിച്ചു കളയും, അതിനെ മരവിപ്പിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പാട്ടുകൾ റീൽസുകളിലൂടെ സോങ്ങുകൾ കേൾക്കുന്ന ആളുകളുണ്ട്. ഞാൻ മ്യൂസിക്കിലേക്ക് ഞാൻ കടന്നിട്ടില്ല. വായ് കൊണ്ട് പാടുന്ന പാട്ടിൽ തന്നെയാണ് പറഞ്ഞത്. പാട്ട് ഇസ്ലാം ഹറാമാക്കിയിട്ടൊന്നുമില്ലല്ലോ നമ്മൾ പറയും, അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അമിതാവാൻ പാടില്ല. നല്ല ആശയങ്ങളുള്ള, നല്ല അർത്ഥമുള്ള,
പാട്ടുകളെ നമുക്ക് ആസ്വദിക്കാം. സംഗീതം, മ്യൂസിക് ഇല്ലാത്ത പാട്ടുകളെ നമുക്ക് ആസ്വദിക്കാം. അതിൽ ഭ്രമിക്കാൻ പാടില്ല, അതിര് കടക്കാൻ പാടില്ല, അതിൽ മാത്രം മുഴുകിയിരിക്കാനും പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമിതമായി പാട്ട് കേൾക്കുന്ന പ്രവണതകളുണ്ടെങ്കിൽ ഇന്നൽ നിഫാഖ്, കാപഢ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് പാട്ടുകളാണ്. ഫിൽ ഖൽബ്, ഹൃദയത്തിൽ. കമാ യുംബിതുൽ മാഉ സറ, ഒരു വെള്ളം കൃഷിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിൽ നിഫാഖ് വളർത്തുന്നത് സംഗീതങ്ങളാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, പാട്ടിന്റെ ഉള്ളടക്കങ്ങൾ എന്താണ്? അതിലൊന്നുകിൽ പ്രണയങ്ങളായിരിക്കാം. ഇസ്ലാമിൽ പ്രണയിക്കാനുള്ള അവകാശം തന്നത് ആരെന്നറിയോ? നമ്മളുടെ ഇണകളെയാണ്, നമ്മളുടെ ഭാര്യമാരുടെ. പ്രണയം തോന്നൂല്ല എന്നല്ല, അത് ആണിനും പെണ്ണിനും അല്ലാഹു പടച്ച ഫിത്രത്താണെന്ന് പ്രണയം തോന്നുക നല്ലത്. പക്ഷെ പ്രണയിക്കാൻ അവകാശം കൊടുത്തത് നിക്കാഹിന് ശേഷം പ്രിയപ്പെട്ടവളെയാണ്, പ്രിയപ്പെട്ടവനെയാണ്. പ്രേമം പറഞ്ഞ്, പ്രണയ നൈരാശ്യങ്ങൾ പറഞ്ഞ്, അതുപോലെ തന്നെ നിങ്ങളിതൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞ്, സെക്സുകൾ പറഞ്ഞ്, ഇല്ലാത്ത ഭാവനകൾ പറഞ്ഞ്, ഇതാണല്ലോ നമ്മൾ കേൾക്കുന്ന പാട്ടുകളുടെ ആകത്തുക എന്ന് പറയുന്നത്. അതങ്ങനെ പല വീഡിയോസിന്റെ പിന്നാലെയും അകമ്പടി കൊടുത്ത്, നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ പിന്നാലെ ഈ മ്യൂസിക്കിന്റെ അകമ്പടി കൊടുത്ത് അത് വല്ലാതെ എഫക്റ്റ് ചെയ്ത് അത് കേട്ടിരിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അത്തരം സംഗീതങ്ങളിലൂടെ മുഴുകിയിരിക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബ പറയാണ്, പാട്ടും ഖുർആനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കില്ല എന്ന സഹാബത്തിന്റെ അഭിപ്രായങ്ങളാണ്. പാട്ടാവട്ടെ ഖുർആനാവട്ടെ ഒരാളുടെ ഹൃദയത്തിലൂടെ ഒരുമിച്ച് നിൽക്കുന്നതില്ല. ഒരുമിച്ച് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ പാട്ട് കൂടുതൽ കേൾക്കുന്ന ആളുകളിൽ ഖുർആനിന്റെ സ്വാധീനം കുറയും, ഖുർആനിന്റെ സ്വാധീനങ്ങൾ കുറയും, ഈമാനിന്റെ ശക്തിയും കുറയും. നോക്കേ, ഫാസിഖീങ്ങളാണ് പാട്ടിനെ വല്ലാതെ ആസ്വദിക്കുന്ന ആളുകൾ എന്നാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഖുർആൻ കേൾക്കാനുള്ള താല്പര്യം കുറയും. സ്വന്തം അനുഭവത്തോടെ നമ്മൾ ഏറ്റവും ആദ്യം ശുദ്ധീകരിക്കുന്ന നമ്മുടെ മനസ്സിനെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മതി, എനിക്ക് ഖുർആൻ കേൾക്കാനാണോ താല്പര്യമുള്ളത്? ഏതെങ്കിലും ഒരു സോങ്ങിന്റെ 2 വരി കാലത്തിനനുസരിച്ച് എഫക്റ്റ് ചെയ്യുന്ന ഒരു സോങ് നമ്മുടെ മൈൻഡിൽ കയറും. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത പാട്ട് വരും. നമ്മൾ ആലോചിച്ചൊക്കെ എപ്പോഴെങ്കിലും അള്ളാഹിന്റെ ഖുർആൻ ഒന്ന് കേൾക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടോ? അത് സഹാബത്തിന്റെ അഭിപ്രായമാണ്. മൂന്നാമത്തെ വിഷയം നമ്മൾ അതിൽ ചേർത്ത് പഠിക്കേണ്ടതാണ്, അതിന്റെ അകമ്പടിയായി കടന്നു വരുന്ന മ്യൂസിക്. എന്തുകൊണ്ട് ഈ റീൽസുകൾക്കാണ് നമ്മളിലൂടെ ഹറാമായിട്ട് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയാം അതൊക്കെ എത്ര വലിയ പ്രശ്നമാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലയഖൂനന്ന മിൻ ഉമ്മതി അഖവാം, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരുമെന്നാണ്. യസ്തഹില്ലൂനൽ ഖംറ വൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ്, മദ്യം അനുവദനീയമാക്കുന്ന ആളുകള്, വ്യഭിചാരം അനുവദനീയമാക്കുന്ന ആളുകള്, പട്ടിന് അനുവദനീയമാക്കുന്ന ആളുകള്, വാദ്യോപകരണങ്ങളെയും അനുവദനീയമാക്കുന്ന ആളുകൾ കടന്നു വരുമെന്നാണ്. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അവർക്ക് എന്താ അത്ര വലിയ പ്രശ്നം, അത്ര ഹൃദയമൊക്കെ കടുപ്പിക്കണം. ഇത് കേട്ടാലാണ് നമ്മളുടെ ഹൃദയം അറിയാതെ കടിച്ചു പോവാ. വാദ്യോപകരണങ്ങൾ എന്തിന്റെ കൂടെയാ ഇസ്ലാം എണ്ണിയത്? മദ്യത്തിന്റെ കൂടെ, വ്യഭിചാരത്തിന്റെ കൂടെ, പുരുഷനെ ഹറാമാക്കിയ പട്ടുവസ്ത്രത്തിന്റെ കൂടെ, അതിന്റെ കൂടെ എണ്ണി. പ്രിയമുള്ളവരെ, വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക്, അനാവശ്യമായ വികാരങ്ങൾ ഉണ്ടാക്കും. അനാവശ്യമായ വികാരമെന്ന് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ സന്തോഷത്തിലാണുള്ളതെങ്കിൽ സന്തോഷത്തിനെ വർദ്ധിപ്പിക്കാൻ, അല്ല സങ്കടമാണോ സങ്കടത്തിനെ വർദ്ധിപ്പിക്കാൻ, നമ്മളതിൽ പല തലങ്ങളിലും കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അതിലേതിലാണോ നമ്മൾ മുഴുകിയിരിക്കുന്നത് അതിനെ വർദ്ധിപ്പിക്കാൻ, അതിന്റെ വികാരങ്ങളെ പ്രവർത്തിപ്പിക്കാൻ, അതുപോലെ നിലവിട്ട് പ്രവർത്തിപ്പിക്കാൻ. നിലവിട്ട് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ഒരു ഇളക്കുണ്ടാക്കും, ചാട്ടുണ്ടാക്കും, ഡാൻസ് ഉണ്ടാക്കും. നിങ്ങളാലോചിച്ചൊക്കെ അത്തരം പ്രകമ്പനം കൊള്ളുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത്. ഇതൊന്നും ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല, പണ്ഡിത ലോകം ചർച്ച ചെയ്തതിനെ എടുത്തുദ്ധരിക്കുന്നത്. പുറത്തൊന്ന് വാച്ച് ചെയ്ത നമ്മളൊക്കെ പറയില്ലേ, നമ്മളൊക്കെ ഒരു പക്ഷെ സലഫികളായിരിക്കാം, ദീന് പറയുമ്പോൾ എനിക്ക് മുഴുവനായിട്ട് പറയേണ്ടി വരും. ഞാൻ തിരുത്തപ്പെടേണ്ടതിനെ ഞാൻ തിരുത്തേണ്ടി വരും, നമ്മൾ തിരുത്തേണ്ടതിന് നമ്മൾ തിരിച്ചേണ്ടി വരും.
പകുതി മൂടി വെച്ച് പകുതി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തിരുത്തപ്പെടേണ്ടുന്നതിനെ തിരുത്താൻ, അത് എല്ലാവരും ഒപ്പിച്ചും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയണത്, നമ്മളൊരു മാറ്റത്തിന് തയ്യാറാവാൻ നമ്മൾ സെൽഫികളായിരിക്കാം, മുജാഹിദരായിരിക്കാം, ഖുർആൻ ക്ലാസ്സിന് വരണവരായിരിക്കാം, വഖ്തിന് വരണവരായിരിക്കാം. വാഹനം ഡ്രൈവ് ചെയ്താൽ നമ്മൾ പാട്ടിടും. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ പോലും വീട്ടിൽ പാട്ടിന് തുള്ളിക്കളിക്കുമ്പോൾ നമ്മൾ അനുവാദം കൊടുക്കും. ചെറിയ മോളല്ലേ, നാളെ അവര് വലുതാകും, അവരതിന് അഡിക്റ്റായിട്ട് മാറും. പ്രിയമുള്ളവരെ, അതിന് ഈ സ്വാധീനമുണ്ടെന്ന് പഠിപ്പിച്ചത് നോക്കേ, അത്തരം സ്വാധീനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാണ്. മാത്രമല്ല, നല്ലത് കേൾക്കാനുള്ള താല്പര്യങ്ങളെ കുറയും. പ്രിയമുള്ളവരെ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ശൈത്വാനിന്റെ കലാമാണ്. എപ്പോഴാ പറഞ്ഞെന്നറിയോ? ഒരു മനുഷ്യൻ തന്റെ മകനുമായി മഹാനായ ഇമാം മാലിക്, ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുന്നിൽ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞത്, എന്റെ മോനാണ്, അവന് ഖുർആൻ പഠിയണില്ല. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ മകൻ സംഗീതം കേൾക്കാറുണ്ടോ? അവൻ ധാരാളമായി സംഗീതം കേൾക്കുന്നവനാണ്. അദ്ദേഹം പറഞ്ഞു, ഖുർആൻ എന്ന് പറയുന്നത് അള്ളാന്റെ കലാമാണ്. സംഗീതം എന്ന് പറയുന്നത് ശൈത്വാനിന്റെ കലാമാണ്. ശൈത്വാനിന്റെ കലാമുള്ളിടത്ത് അള്ളാന്റെ കലാമ് പടിയില്ല എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. നിസ്സാരായിട്ട് കാണാൻ പറ്റുമോ? നമുക്കതിനെ നിസ്സാരായിട്ട് കാണാൻ പറ്റുമോ? അടുത്ത വാചകം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് സൂറത്ത് ഇസ്റാ 64-ാമത്തെ ആയത്തിലെ അല്ല പറയുന്നുണ്ട്, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്. നിന്റെ ശബ്ദം കൊണ്ട് ശൈത്താനോട് അല്ല പറയാ, നിന്റെ ശബ്ദം കൊണ്ട് കഴിയുന്ന പോലെ അല്ല പറയാ, നിനക്ക് കഴിയുന്ന പോലെ അവരെ നീ കീഴ്പ്പെടുത്തിയേക്ക്. ശബ്ദം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറഞ്ഞു. എങ്ങനെയാണ് ശൈത്താന് ശബ്ദം കൊണ്ട് ആളുകളെ കീഴ്പ്പെടുത്തുന്നത്? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഗിനാ അത് പാട്ടാണ്, വൽ മസാമിർ വീണക്കമ്പികളാണ്, വൽ ലഹ്വ് ദുനിയാവിലെ വിനോദങ്ങളാണ്. ശൈത്താന്റെ ശബ്ദം കൊണ്ട് വിനോദത്തിന് വേണ്ടി റീൽസ് കാണുന്നവരെ, സംഗീതത്തിന്റെ ശബ്ദങ്ങൾ ആസ്വദിക്കുന്നവരെ, അതിന്റെ പാട്ടുകൾ ആസ്വദിക്കുന്നവരെ ശൈത്വാനിന്റെ വീണക്കമ്പികളാണ്. അത് ശൈത്വാൻ നമ്മളെ പരാജയപ്പെടുത്താനുള്ളതാണ്. അത് ശൈത്വാനിന്റെ സ്വരമാണ്. ഖുർആനിന്റെ 17-ാമത്തെ സൂറത്ത് ഇസ്റാ 64-ാമത്തെ ആയത്ത് പ്രവാചകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പഠിച്ച് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മൾ ചിന്തിക്ക്. പ്രിയമുള്ളവരെ, അത്തരം പാട്ടുകളെ, സംഗീതങ്ങളെ, റീൽസിന്റെ അകമ്പടികളോടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളുടെ പ്രായത്തിലെ ചില മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രണയം ആരോടെങ്കിലുമൊക്കെ തോന്നുക എന്നുള്ളത് അള്ളാഹു തന്ന ഫിത്തറത്താണ്. പക്ഷേ അതിനെ പ്രകടിപ്പിക്കാനും അതിന്റെ പുറകിൽ നടക്കാനും നമുക്കാർക്കും അവകാശമില്ല. വിവാഹം അന്വേഷിക്കാം, വിവാഹം നടത്താം, വധുവായാൽ നിങ്ങൾക്ക് പ്രണയിക്കാം. പക്ഷേ മനസ്സിൽ ആഗ്രഹിച്ചൊരു പെൺകുട്ടീനെ ഒരാളെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. അവന് പറ്റിയ മ്യൂസിക് സോങ്ങുകളും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. അവൻ കുറെ അതിൽ കേട്ടിങ്ങനെ ലയിച്ചിങ്ങനെ ഇരിക്കും. വലിയ ആഹ്ലാദത്തിലോടാൻ ആൾക്കാരുണ്ടാവും. അവർക്ക് ഡാൻസ് കളിക്കാൻ പവറുള്ള സംഗതികൾ ഉണ്ടാവും. അതിന്റെ പിന്നാലെ അവനോടും. നിങ്ങളുടെ ഹൃദയത്തിൽ തിന്മകൾ അധികരിപ്പിക്കാൻ ഇത് കാരണമാകുമെന്ന് അതുകൊണ്ടാണ് അത്തരം റീൽസുകളിൽ നമ്മൾ വിചാരിക്കുക അതൊന്നും ഞാൻ കാണില്ല. നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അടിച്ചു വരും. ഇത് സമയം പോണത് നമ്മൾ അറിയാതെ പലവിധ തിന്മകൾ ഒരേ സമയം നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. 4-ാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ നഗ്നതകളാണ്. ഇത് നമ്മൾ അറിയാതെയും അറിഞ്ഞൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ. ഒരു കാര്യം തീർത്തു പറയാൻ, പല വ്ളോഗേഴ്സ് ഈ വ്ളോഗ് കാണിക്കുമെന്ന് പറയും. ഈ വ്ളോഗിക്ക് കൊണ്ടുപോകാനുള്ള ടിപ്സാണ് റീൽസ് എന്ന് പറയാൻ. നമുക്കാർക്കൊന്നും സമയമില്ല. ഷോർട്ട് ടൈമിൽ പല കാര്യങ്ങളും കണ്ടു തീർക്കാൻ ആഗ്രഹിക്കണവരാൻ. ആ ഷോർട്ട് ടൈം നമ്മൾ കാണുന്ന റീൽസ് ആയിരിക്കും നമ്മളവരെ വ്ളോഗിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക. കുടുംബം വരെ സമാധാനം തകർക്കാനല്ല. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു, നിങ്ങൾ തമാശക്കെടുത്താലും വേണ്ടില്ല, സീരിയസ് ആയിട്ട് എടുത്താലും വേണ്ടില്ല. ഏതോ നാട്ടിൽ, ഏതോ കുടുംബത്തിൽ, ഏതോ അടുക്കളയിൽ ഒരു സഹോദരി അവരുടെ വീഡിയോ അങ്ങനെ കാണിച്ചിട്ട് പറയാൻ, ആളുകളെ വിളിക്കുന്നൊരു വാക്കുണ്ട്, ഹലോ ഗൈസ് അല്ലേ? ഈ വാക്കെന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മക്കൾ ഭാഷ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന ആധുനിക സിലബസാണ്. ഈ 2025 കരിക്കുലത്തിലെ പഠിപ്പിക്കപ്പെടുന്ന മോഡേൺ വാക്കുകളൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ പോലും അറിയാത്ത. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊരു പയ്യൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ സത്യത്തിൽ വീട്ടിൽ വന്നിരുന്നിട്ട് കുറെ സെർച്ച് ചെയ്യേണ്ടി വന്നു. നോക്കുമ്പോൾ ഈ 2024-25 പുതിയ വേർഡാണ് അച്ചറേ.
അത് പഠിപ്പിക്കപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഓരോ വാക്കുകളും നമ്മൾ അറിയാത്തൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് സമൂഹത്തിൽ. ഇതിന്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്ത ഹലോ ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഇന്ന ഭക്ഷണം, ഞങ്ങൾ ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, അതിന് മാവ് ശരിയായിട്ടില്ല, ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ട് നേരം വെളുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കാൻ എന്ത് ദീന് കിട്ടി നമുക്ക്, എന്ത് ഇൽമ് കിട്ടി നമുക്ക്. പ്രിയമുള്ളവരെ, പഠിക്കാൻ പോകണ മക്കൾക്ക് വയറ് നിറച്ച് ഉമ്മാന്റെ കൈക്കൊണ്ടൊരു ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞേക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഭർത്താവിനോട് കടമ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞോ? അവർ ഡോളറുകളായി ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് സമ്പാദിച്ചു എന്നല്ലാതെ നമ്മളുടെ വീട്ടിലെ അടുക്കളുണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ, ഡൈനിങ് ടേബിൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അതിനപ്പുറത്ത് ആഡംബരപൂർവ്വം സോഫകളിൽ പണിത് വെച്ച ലിവിംഗ് റൂം. എന്തിനാ ജീവിക്കാനുള്ള റൂമാണ്. ഭാര്യയോടെ മക്കളോടെ ഭർത്താവും ഒരുമിച്ചിരുന്ന് വാപ്പയും ഉമ്മയും ഒന്ന് സംസാരിക്കാൻ, ഒന്ന് മുഖാമുഖം കാണാൻ, കുടുംബത്തിന്റെ വിശേഷങ്ങളെ പങ്കുവെക്കാൻ, മക്കൾക്ക് സന്മാർഗങ്ങളെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? പ്രിയമുള്ളവരെ, രാവിലെ മക്കളെ എണീപ്പിച്ച് ഭർത്താവിനെയും മക്കളെയും പള്ളിയിലേക്ക് പറഞ്ഞുവിട്ട് അവർ തിരിച്ചു വരുമ്പോഴേക്ക് സുബഹി നമസ്കരിച്ച് കാത്തിരുന്ന് അവർക്കുള്ള ചായോ ഭക്ഷണമോ കൊടുത്ത് ഒരുമിച്ചിരിക്കുന്ന, ദീന് ചർച്ച ചെയ്യുന്ന പ്രിയമുള്ളവരെ, സന്തോഷമുള്ള ഒരു കുടുംബത്തിനെ പറയാൻ ഒരു വീട്ടിൽ യാത്ര പോയപ്പോ ഒരുപക്ഷെ ദുനിയാവിൽ കാണുന്ന ആഡംബരങ്ങളൊന്നുമില്ലാത്തൊരു വീട്, കർണാടക സ്റ്റേറ്റിന്റെ ബോർഡറിൽ മിമ്പറിൽ വെച്ച് ഞാൻ പറയുന്നത്, കൊടകിന്റെ മടിക്കേരിയുടെ ഭാഗത്തിലെ ഒരുപക്ഷെ തണുത്തുറഞ്ഞ മേഖലയിൽ വിറക് വെച്ച് തീ കത്തിച്ച് അതിൽ വെള്ളം ചൂടാക്കി പുറത്തു പോയി കുളിച്ച് പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു കുടുംബത്തില് ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞെന്തെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ മത്സരിച്ച് ഖുർആൻ പഠിക്കാൻ. ഒരു ഭർത്താവ് പറഞ്ഞു, ഞാൻ പരാജിതനാണ്, എനിക്ക് 60 ആയത്ത് കഴിയാനേ കഴിഞ്ഞിട്ടുള്ളൂ, എന്റെ ഭാര്യ 200 ആയത്ത് കടന്നു. പ്രിയമുള്ളവരെ, അതാണ് ഇസ്ലാമിന്റെ കുടുംബമെന്ന് പറയാൻ, അള്ളാന്റെ ദീന് പറയാൻ, ചർച്ച ചെയ്യാൻ, ആ രീതിയിലൂടെ കൊണ്ടുവരാൻ ഈ ഒരു റീൽസുകളുടെ പിന്നാലെ യാത്ര ചെയ്ത് നമ്മളുടെ കുടുംബത്തിന്റെ ഭാര്യയോട് കടമ നിർവഹിച്ചോ, മക്കളോട് കടമ നിർവഹിച്ചോ? റീൽസുകൾ ഉത്തരവാദിത്വ ബോധങ്ങളിൽ നിന്ന് പിൻവലിക്കുമെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരെയും, പൊടിമക്കളെ വരെ, 10 വയസ്സുകാരന്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് അവനോട് ഉമ്മ 1000 തവണ പറഞ്ഞാലും, കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി വരാൻ പറഞ്ഞാലും അവൻ കേൾക്ക പോലും ഉണ്ടാവില്ല. ആണുങ്ങൾ ജോലിക്ക് പോണതിൽ ഉത്തരവാദിത്വ കുറവല്ലേ? ഉള്ള ജോലിക്കടയിൽ പോലും ഒന്നുകൂടെ വേദന തോന്നും. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ പോലും നമ്മുടെ ആദ്യം എടുത്ത മൊബൈൽ നോക്കും. ഒരു ഉപകാരമില്ല, എന്നാൽ പോലും അത് നോക്കിയിട്ടൊന്ന് കീശ വെക്കും. നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ പിടികൂടുണ്ടെന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് സ്ത്രീ നഗ്നതകള് പ്രദർശിപ്പിക്കപ്പെടുന്ന സംവിധാനം ഒരുപാടുണ്ട്. ഇവർക്ക് വ്ളോഗേഴ്സിന് പണം ഉണ്ടാക്കണം. ഒരുപക്ഷെ ഒരാണ് വന്ന് സംസാരിച്ച പൈസ കിട്ടൂല. കൂടുതൽ ആളുകൾക്കാണെങ്കിൽ അവരെ ഭാര്യമാരെ കൊണ്ടുവരണം. അതിന് വശംവദരാകുന്നവരായിട്ട് നമ്മൾ മാറരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഖുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് പറ റസൂലേ, യഅ്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ അവരെ താഴ്ത്തട്ടെ, കണ്ണുകളെ താഴ്ത്തട്ടെ, വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ സൂക്ഷിക്കട്ടെ. കണ്ണുകൾ താഴ്ത്തണം ആണുങ്ങളോട്. 24 അധ്യായം 30-ാമത്തെ ആയത്ത്. തൊട്ടടുത്ത ആയത്ത് 31-ാമത്തെ ആയത്ത്, വഖുല്ലിൽ മുഅ്മിനാത്ത്, സ്ത്രീകളോട് പറ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ ദൃഷ്ടികളും അവരെ താഴ്ത്തണം എന്നുള്ളതാണ്. കാണാൻ പാടില്ലാത്ത കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരു ഖുർആൻ നമ്മൾ കേട്ടോണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരു മതപഠനം നമ്മൾ കേട്ടോണ്ടിരിക്കാൻ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാണാൻ പാടില്ലാത്ത ഒന്ന് വന്നാൽ എന്തു വേണം? ഉടനെ മാറ്റിക്കൊള്ളണം എന്നുള്ളതാണ്. ഉടനെ മാറ്റിക്കൊള്ളണം. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞില്ലേ, യാ അലി ലാ തത്ബി അൻ-നദറത അൻ-നദർ, ഒരു നോട്ടത്തിന്റെ പിന്നാലെ അടുത്ത നോട്ടം കൊണ്ടുവരാൻ പാടില്ല. യാദൃശ്ചികമായി പലതും കാണാം, അതോടെ അവസാനിപ്പിച്ചോളണം. പിന്തുടർത്തി കൊണ്ടുവരാൻ പാടില്ല. കാരണം ഫഇന്ന ലക്കല്ലൂല, ആദ്യത്തെ നിനക്ക് അനുവദിക്കപ്പെട്ടതാണ്. അറിയാതെ കാണുക എന്നുള്ളത് അവരിൽ പ്രശ്നമില്ല. വലൈസത്ത് ലക്കൽ ആഖിറ, രണ്ടാമത്തെ നോട്ടം നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ നോക്കാൻ പാടില്ല. അതുകൊണ്ട് അത്തരം അവസ്ഥകളിലൂടെ മുഴുകിയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുപോലെ ഇത്തരം റീലുകളിലൂടെ അനാവശ്യമായ വാർത്തകളെ, ഒരുപാട് കാഴ്ചകളെ, നമ്മളുടെ ഏതോ ഒരു നാടിന്റെ ഉള്ളിൽ നടന്നൊരു കാര്യം അത് കണ്ടിട്ട് ഇവനിരുന്ന് ഇങ്ങനെ ചിരിക്കാൻ,
അല്ലെങ്കിൽ അവനിരുന്നിങ്ങനെ കരയാൻ. അനാവശ്യമായ ചർച്ചകൾ, അതുപോലെ തന്നെ ചിന്തകൾ, അതിലേക്കൊക്കെ അതിനെ കൊണ്ടുവരുന്നുവെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു നല്ല മുഅ്മിനിന്റെ അടയാളം എന്താണെന്നറിയോ? അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കലാണ്. ഏതോ ഒരു നാട്ടിൽ ഉള്ളിൽ നടന്ന കാര്യം ഓർത്തിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുക, ഫോൺ നോക്കി, അല്ലെ അവൻ ഇരുന്ന് കരയാം. തൻ കണ്ട ആ വ്ളോഗുമായി ബന്ധപ്പെട്ട്, റീലുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് ഇരുന്നിങ്ങനെ ചർച്ചകൾ നടത്താം. പ്രിയമുള്ളവരെ, ദിക്റില്ല, ഖുർആനില്ല, ദീനിന്റെ സംസാരങ്ങളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥകളിലേക്ക് നമ്മൾ മാറുന്നുവെങ്കിൽ ഇത്തരം റീലുകളെ, ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ആയോ ഇല്ല എന്നുള്ളത് അതെനിക്ക് വിഷയമല്ല, പക്ഷെ പറഞ്ഞത് ദീനാണ്, അള്ളാന്റെ മതമാണ്. നമ്മളെല്ലാവരും, ഇപ്പറഞ്ഞ ഞാൻ ഉൾപ്പെടെ, ഒരുപക്ഷെ യാത്രയിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അറിയാതെ ഒന്ന് തോണ്ടും, അടുത്തേക്ക് പോവും. പക്ഷെ കടിഞ്ഞാനിട്ടേ പറ്റൂ, നിയന്ത്രിച്ചേ പറ്റൂ, നമ്മളറിയാതെ. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്, ഈ പള്ളിയിലിരിക്കുന്ന ആളുകളോട് അള്ളാന്റെ ഖുർആനിന്റെ ഒരു 10-1 മൊബൈലിന്റെ ഒരു 10 അള്ളാന്റെ ഖുർആൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ ഓതി നോക്കുന്നുണ്ടോ? നമ്മൾ അറിയുന്നുണ്ടോ? വീഴ്ചകൾ ഒരുപാട് വന്നിട്ടില്ലേ? അതുകൊണ്ട് ആലോചിക്കാൻ, ചിന്തിക്കാൻ, ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ റസൂലിഹിൻ നബിയിൽ കരീം وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. ഇതുവരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം മൊബൈൽസിൻ്റെ റീലെന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ റീൽസ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. പക്ഷേ നമ്മളൊക്കെ അറിയാതെ പെട്ടുപോകുന്നൊരു സംഭവമാണ്. നമ്മുടെ ആയുസ്സിൻ്റെ മണിക്കൂറുകളെ കൊന്നുകളയുന്ന ഒന്നാണ്. നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് പ്രിയമുള്ളവരെ. സമയമെന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ്. ആയുസ്സിൽ ഒരിക്കലും ഇനി കഴിഞ്ഞു പോയ സമയം തിരിച്ചു കിട്ടില്ല. ഇന്ന് 2025 ഒക്ടോബർ 24. നിങ്ങളുടെ ആയുസ്സിൽ ഒരിക്കലും ഇനി 24-ാം തീയതി ഇനി ഒരിക്കലും ഈ ആയുസ്സിൽ തിരിച്ചു കിട്ടാനില്ല. നമ്മളുടെ ആയുസ്സിൻ്റെ ആ ഏട് മായ്ക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടുള്ള സമയം എന്തിനുപയോഗപ്പെടുത്തി എന്ന് വരുമ്പോൾ, അള്ളാന്റെ മുമ്പിൽ ചോദ്യം വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. അള്ളാഹ് ചോദിക്കും, ആയുസ് എന്തിനുപയോഗപ്പെടുത്തി, ആരോഗ്യം എന്തിനുപയോഗപ്പെടുത്തി, ഒഴിവ് സമയങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. അള്ളാഹു, ഞാൻ മൊബൈലിൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു, സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ജമാഅത്തുകൾ പോലും നമുക്ക് മിസ്സാവുന്നുണ്ട് പലപ്പോഴും. നമ്മൾ പറയും അറിയില്ല, അത് പെട്ടെന്ന് ബാങ്ക് കൊടുത്ത് ഇക്കാമത്തായോ, നമ്മൾ ഓടിപ്പോവാൻ, നിസ്കരിക്കണൊരവസ്ഥയെ പറയാൻ, അല്ലാത്തവര് അതിനപ്പുറത്തേക്ക് മുഴുകിപ്പോവാൻ. നമ്മൾ ആലോചിക്കണേ, നാളെ അള്ളാന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ വിലപിക്കും ഒരല്പസമയത്തിന് വേണ്ടി. ഇത് നെഞ്ചിൽ കൊത്തിവെച്ചോ വിലപിക്കും, കരയും, യാചിക്കും അള്ളാനോട്. എവിടെ മുതൽ തുടങ്ങുന്നറിയോ? മരണത്തിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അപ്പൊ ബോധ്യം ഉണ്ടാവും, എൻ്റെ അടുത്തൊന്നുമില്ലല്ലോ, ഈ മൊബൈലും ഈ ജീവിതം ഈ അടിച്ചുപൊടി അല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. റബ്ബേ, ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് തരുമോ? ആയുസിന്റെ റീലുകള്, മണിക്കൂറുകള്, ദിവസങ്ങളും കൊല്ലങ്ങളും കിടക്കണേ. കൊല്ലങ്ങളോളം കണ്ടു തീർത്തിട്ടുണ്ടാവും. വീഡിയോസുകളിൽ ഒരുപാടുണ്ടാകും. അള്ളാഹിനോട് ചോദിക്കുന്നത്, റബ്ബേ, ഒരു വർഷം ചോദിക്കണില്ല, മാസം ചോദിക്കണില്ല, ആഴ്ച ചോദിക്കണില്ല, ദിവസം ചോദിക്കണില്ല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് തരോ, നന്നായിക്കോളാ റബ്ബേ, നന്നായിക്കോളാ റബ്ബേ. പ്രിയമുള്ളവരെ, ഖബറിലേക്കുള്ള യാത്രയിൽ ഒന്ന് കരയും, എന്നെ ഒന്ന് മടക്കി തരോ. വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് മടക്കി തരാൻ ദുനിയാവിലേക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിക്കോളാ റബ്ബേ. കത്തിയാടുന്ന നരകം ഇങ്ങനെ കൺമുന്നിലൂടെ കാണുമ്പോ അവിടെയും അല്ലാഹുവോട് പറയുന്നത് ആയുസിന്റെ വലിപ്പങ്ങളല്ല, ഒരല്പസമയം ഒന്ന് തരോ റബ്ബേ, ഞാൻ നന്നായിക്കോളാ അല്ലാഹ്. ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവന്ന് നിർത്തി അടച്ചുമൂടപ്പെട്ട നരകത്തിന്റെ കമാനങ്ങൾ
തുറക്കപ്പെടുമ്പോ, അടുത്ത സെക്കൻഡ് നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ, കൊട്ടാരങ്ങളൊക്കെ തീപ്പരികൾ പാറുന്നത് കാണുമ്പോ, തിരിച്ചു വരാൻ രക്ഷയില്ല എന്ന് കരുതി വിലപിക്കുമ്പോ അള്ളാഹിനോട് ചോദിക്കുന്നു, അല്ലാ ഒരൽപ്പസമയം ഒന്ന് തിരിച്ചു തരോ? അള്ളാഹു തരില്ല. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പക്ഷെ ഓർക്കണേ, വറഹ്മതി ഗലബതു അലബി, എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തിനെ അതിജയിച്ചത്. അതുകൊണ്ടാണ് സൃഷ്ടാവായ റബ്ബ് നേരത്തെ നമ്മളോട് പറഞ്ഞത്, നേരത്തെ നമ്മളോട് പഠിപ്പിച്ചത്, നേരത്തെ നമ്മളോട് അറിയിച്ചത്. അതുകൊണ്ട് ഗൗരവമാണ്. 3,23,000-ലധികം വരുന്ന അള്ളാന്റെ ഖുർആനിന്റെ ഹർഫുകളിലെ ഓരോ ഹർഫിനുമുണ്ട് 10-ലധികം നന്മകൾ. ഈ സ്വരൂപിക്കാനുള്ള അവസരങ്ങളല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? എന്നിട്ട് മനസ്സാക്ഷിയോട് ആലോചിക്കാം. എന്റെ മോനെ ഫോണിന് അഡിക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നിടത്ത്, എന്റെ മക്കളെ വിളിച്ചു കൊടുത്ത് കിട്ടണില്ല എന്ന് പറയുന്നിടത്ത് വല്ല കാര്യവുമുണ്ടോ എന്ന് മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കൊലപാതകങ്ങൾക്കും വയലൻസുകൾക്കും അറപ്പുളവാക്കുന്ന കാര്യങ്ങൾക്കും കാരണമായതും അതൊന്നും പ്രശ്നമില്ല എന്ന് വരുത്തി തീർത്തതും ഇത്തരം റീലുകളാണ്. പ്രിയമുള്ളവരെ, പല ചാനലുകളുടെ പ്രമോഷനുകളും ആണും തമ്മിൽ ജീവിക്കാം, പെണ്ണും തമ്മിൽ ജീവിക്കാം, അതിനെ പ്രമോട്ട് ചെയ്യാം, കലാകാരന്മാരെ വെച്ച് മുന്നിലേക്ക് എത്തിക്കാം. അതിലേക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മക്കളും വീണു പോവാൻ. നമ്മളൊക്കെ പറയും, ഞങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ വീട്ടിലെ കുട്ടിയെ പറയണേ, എനിക്ക് വിവാഹം വേണ്ട, ഞാൻ കല്യാണം കഴിക്കണില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കുടുംബം എന്നുള്ളത് എതിരാണെന്നൊരു മനോഭാവം ഉണ്ടാക്കി തീർക്കുന്നതിലേക്ക്, ഇതൊക്കെ ഇതിന്റെ അപകടങ്ങളുടെ പരിണിത ഫലമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവേ, സമാധാനം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രത്യേക ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നത്തെ സാമ്പത്തികമായ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത പ്രദേശമായ കുന്നംകുളത്തിനപ്പുറമുള്ള ചൊവ്വല്ലൂർപ്പടി എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മളുടെ ഒരു സഹോദരന്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത്ര ഭീമമായ സംഖ്യ വരുന്നതിനെ നമ്മൾ അടുത്ത പള്ളികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ പള്ളികളിൽ ഒരു കളക്ഷൻ എടുക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളുടെ സഹോദരനാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പല വെള്ളിയാഴ്ചകളും സാമ്പത്തികമായി കളക്ഷന് നമ്മൾ ആരെയും പ്രയാസപ്പെടുത്താനില്ല. പക്ഷെ നമുക്കൊരവസരം, കഴിയുന്ന ആളുകൾ ഭാഗവാക്കാവുക. ഒന്നും കഴിയാത്ത ആളുകളുണ്ടെങ്കിലേ അൽഹംദുലില്ലാ ഒരു പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാം. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ്. അടുത്ത വെള്ളിയാഴ്ച മഞ്ചേരി അടുത്തുള്ള പയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട കളക്ഷനാണ് അടുത്ത വെള്ളിയാഴ്ചക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ പ്രതീക്ഷിച്ച ആളുകൾ ഇവിടെ വരുന്നത് എന്തെങ്കിലും ആളുകൾ തരുമെന്ന ചിന്താഗതിയിലാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അള്ളാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ, ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.